ഹലോ. ഹലോ. ആരെങ്കിലും വന്നിട്ടുണ്ടോ നമ്മുടെ ലൈവില്? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. ഹലോ. ആ, നമസ്കാരം. നന്ദകുമാർ സാർ, നമസ്കാരം സാർ. സാർ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓഡിയോ ക്ലാരിറ്റി ഉണ്ടോ? കമന്റ് കാണുന്നുണ്ട്. ഞാൻ പറയുന്നത് ഓഡിയോ കറക്റ്റ് ആണോ എന്നുള്ളതാണ് ചോദിച്ചത്. പറയുന്നത് കേൾക്കുന്നുണ്ടോ, വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടെന്നാണ്. ഓക്കെ സാർ, ഓക്കെ. കുറച്ച് പേർ കൂടിയൊക്കെ വരട്ടെ, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇറ്റ കൊല്ലം ജില്ല. ഹായ്. വ്യക്തമായി കേൾക്കാം. ഓക്കെ സാർ, ഓക്കെ. ഓക്കെ, കേൾക്കാം. ഓക്കെ. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോഴത്തേന് കുറച്ച് പേരോടൊക്കെ വരട്ടെ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് രജി സദാനന്ദൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്റ്റയുടെ പേജിൽ വരുന്നത്.
ഒരുപാട് പ്രതിഭകൾ വന്നു പോയി ഈ പേജിൽ. അപ്പം അങ്ങനെ ഞാനും വന്നിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്, ഇപ്റ്റ കൊല്ലം ജില്ലയ്ക്ക് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഇപ്റ്റയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മണിലാൽ സർ, വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ പൂണാൽ നന്ദകുമാർ സാറ്, അതുപോലെ തന്നെ നമ്മുടെ ഇപ്റ്റയുടെ ജില്ലാ സെക്രട്ടറി ആയ എം മുരുകലാൽ സാറിനും, ഈ 3 മഹത് വ്യക്തിത്വങ്ങളോട് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. എനിക്ക് തോന്നുന്നു മുരുകലാൽ സാറിന് ഞാൻ ഒരിക്കൽ കൊല്ലത്തുനിന്ന് ഒന്ന് കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സാറിന് ഓർമ്മയില്ല. അന്ന് നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. സാറ് തിരക്കായതുകൊണ്ട് സാറ് ഇപ്പോൾ കുറേ നാൾക്ക് മുമ്പാണ്, അപ്പോൾ അതുകൊണ്ട് സാറിന് ഓർക്കണം എന്നില്ല. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് സാറിനെ, ചിന്നക്കട വെച്ചിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ മറ്റു പ്രവർത്തകർക്കെല്ലാം എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഗാനമേളകളിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗായകനാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രധാന പ്രശ്നം, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ ഈ മഹാമാരി. അപ്പം അത് നമ്മുടെ വിദേശത്തുള്ള നമ്മുടെ സഹോദരങ്ങൾ വരുന്നതിന് മുമ്പ് ഒരുപാട് ശരിക്കും നിയന്ത്രണമായിരുന്നു, വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ ഈ രോഗികളുടെ എണ്ണം കൂടി വരുന്നു, അതുപോലെ തന്നെ ഒബ്സർവേഷൻ സൈഡ് കൂടി വരുന്നു. അപ്പം ഇത് ഇപ്പോൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്ന 40-50 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പം നമ്മൾ കുറേ കൂടെ, നമ്മൾ നേരത്തെ നമ്മൾ ശ്രദ്ധിച്ചതിനേക്കാളും വളരെ കുറച്ചുകൂടെ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കലാകാരന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ഏറെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. കാരണം മാർച്ച്, ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ മാർച്ച് 2-ാം തീയതി എറണാകുളത്തൊരു പ്രോഗ്രാമിൽ പങ്കെടുത്താണ്. ശരിക്കും അതിനുശേഷം ഞാൻ 1-2 ചെറിയ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം ലോക്കായി. ഞാൻ മാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് കലാകാരന്മാർ നമ്മുടെ കേരളത്തിലെമ്പാടുമുള്ള, കേരളം എന്ന് പറയാൻ പറ്റില്ല, ഇന്ത്യയിലെമ്പാടുമുള്ള എല്ലാ കലാകാരന്മാരും വളരെ ഏറെ ദുരിതത്തിലാണ്. അപ്പം ഇനി മുന്നോട്ട് നമ്മുടെയൊക്കെ ഒരു കാര്യങ്ങൾ, പ്രത്യേകിച്ചും കലാകാരന്മാരുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും ഒരു ലക്ഷ്യമില്ലാതെ നിൽക്കുകയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് മാറട്ടെ. എല്ലാവരും സുഖമായിട്ട് സ്വതന്ത്രമായിട്ട് നടക്കാനും നമുക്ക് സ്വതന്ത്രമായിട്ട് നമ്മുടെ പ്രവർത്തികളിൽ ഏർപ്പെടാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു മുരുകലാൽ അമ്മാത്ത, നമസ്കാരം സാർ. നമസ്കാരം, വളരെ സന്തോഷം. ഒരിക്കൽ സാറുമായിട്ട് നമുക്കൊരു 5 മിനിറ്റ്, 5-10 മിനിറ്റ് നമുക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് കൊല്ലത്ത് വെച്ചിട്ട്. സാർ ഓർക്കുന്നില്ല. എന്തായാലും സാർ ലൈവിൽ വന്ന ഒരുപാട് സന്തോഷം. അപ്പം നമുക്കൊരു പാട്ടിലേക്ക് പോകാം. വളരെ മനോഹരമായൊരു ഗാനം, ആദ്യമായിട്ട് നമ്മുടെ ജോൺസൺ മാസ്റ്ററുടെ ഒരു പാട്ടാണ്. നമ്മളെ വിട്ടുപോയ, മലയാള സംഗീത ചരിത്രത്തിൽ നഷ്ടമായ ഒരു വലിയ സംഗീത പ്രതിഭയാണ് ശ്രീ ജോൺസൺ മാസ്റ്റർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പോപ്പുലറായിട്ടുള്ളൊരു ഗാനം നമുക്കൊന്ന് കേൾക്കാം. അപ്പോഴത്തേനും കുറെ കൂടുതൽ ആൾക്കാർ വരുമെന്ന് വിചാരിക്കാം നമുക്ക്.
ആകാശമാകെ കണിമല കതിരുമാ പുലരിപ്പോയി വരൂ. ആകാശമാകെ കണിമല കതിരുമാ പുലരിപ്പോയി വരൂ. പുതുമണ്ണിൽ പൂവിടാ കൊതിയായി വരൂ. ആകാശമാകെ വയലിനു പുതുമഴയായി വാ കതിരാടകളാ. വയലയിൽ കദളികൾ ചാത്തും കുളിരായി വാ. വയലിനു പുതുമഴയായി വാ കതിരാടകളാ. വയലകൾ കദളികൾ ചാത്തും കുളിരായി വാ. പൂങ്കുടിൽ നറുമുന്തിരി തളിപ്പന്തലും ഒരു വെൺപട്ടുനൂലിഴയിൽ മൊത്തായി വരും. ആകാശമാകെ കണിമല കതിരുമാ പുലരി പോയി വരൂ. പുലരിയിലിളവയിലാടും പുഴപ്പാടുകയാ. പ്രിയമൊടുത്തുയിൽ മൊഴിത്തൂകും കാവേരി നീ. പുലരിയിലിളവയിലാടും പുഴപ്പാടുകയാ. പ്രിയമൊടുത്തുയിൽ മൊഴിത്തൂകും കാവേരി നീ. മലർവാകതൻ നിരതാലവും അതിലായിരം കുളിർജ്വാലയും വരവേൽക്കയാണിതിലേ ആരോമലേ. ആകാശമാകെ കണിമല കതിരുമാ പുലരിപ്പോയി വരൂ. പുതുമണ്ണിൽ പൂവിടാ കൊതിയായി വരൂ. ആകാശമാകെ ലാലാ 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 ലാലാ. സുരേഷ് കൊള്ളാം. താങ്ക് യു സാർ. താങ്ക് യു സാർ. അപ്പം ഞാനൊന്ന് ഉദ്ദേശിച്ചത് കുറച്ച് ഇത്തരത്തിലുള്ള കുറേ ഗാനങ്ങൾ, കുറച്ച് മെലോഡിയസ് ആയിട്ടുള്ള കുറേ പാട്ടുകൾ അവതരിപ്പിക്കാം എന്ന ഒരാഗ്രഹത്തോടാണ് ഞാൻ വന്നിരിക്കുന്നത്. പാട്ടുകൾ ഏതെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ പാടുകയും ചെയ്യും. എനിക്ക് അറിയാവുന്ന ഗാനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പാടാം. നമുക്ക് മലയാളത്തിൽ നമ്മുടെ മലയാള സിനിമ സംഗീതത്തിന് നഷ്ടമായ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. നമുക്ക് സംഗീത രംഗത്തും ആലാപന രംഗത്തും എഴുത്തിലായാലും ഒക്കെ ഒരുപാട് പ്രതിഭകൾ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതിൽ
അവരുടെയൊക്കെ സൃഷ്ടികൾ വളരെ മനോഹരമായിരുന്നു. എഴുത്തിലായാലും രചനയിലായാലും സംഗീതത്തിലായാലും ഒക്കെ ഒരുപാട് മികച്ച നിലവാരം പുലർത്തിയ കുറേ പ്രതിഭകളായിരുന്നു അവരൊക്കെ. അപ്പോൾ അത് അവരെയൊന്നും നമുക്ക് മറന്നിട്ട് നമുക്ക് ഒരു ഗാനം മറ്റൊരു ഗാനത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അടുത്തത് പോണാൽ എന്താ സാർ, കെ പി എസ് സിയുടെ ഒരു ഗാനം തീർച്ചയായിട്ടും ഞാൻ പാടും സാർ. കെ പി എസ് സിയുടെ ഗാനം തീർച്ചയായിട്ടും ഞാൻ പാടും. അപ്പം നമ്മുടെ നമ്മുടെ സംഗീതത്തിന് സ്വത്തെന്ന് പറയുന്ന ഇവരൊക്കെ തന്നെയാണ്. ഈ പ്രതിഭ ഇവരൊക്കെ ഈ മഹത് വ്യക്തികൾ തന്നെയാണ്. ജോൺസൺ സംഗീത രംഗത്താണ് ജോൺസൺ മാസ്റ്റർ, രവീന്ദ്രൻ മാസ്റ്റർ, പിന്നെ കുറച്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ദക്ഷിണാമൂർത്തി സ്വാമി, ജി ദേവരാജൻ മാസ്റ്റർ, അർജുനൻ മാസ്റ്റർ, അങ്ങനെ. ഇപ്പം അടുത്ത കാലത്ത് നമുക്ക് വിട്ടുപിരിഞ്ഞു പോയ ഏറ്റവും വലിയൊരു ധനമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അർജുനൻ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ വിയോഗം, അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ, അദ്ദേഹം ജനിച്ച സമയം മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു സംഗീത സംവിധായകനാകുന്നതിന് മുമ്പ് വരെയുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ ദുഃഖം പൂർണ്ണമായൊരു ജീവിതമായിരുന്നു. അത് അനാഥാലയത്തിലൊക്കെ വളർന്നു, അങ്ങനെയൊക്കെ വന്ന ഒരു ഒരു മനുഷ്യനായിരുന്നു. പിന്നീട് അദ്ദേഹം സംഗീത രംഗത്തേക്ക് വന്നു. ഒരുപാട് മലയാളികൾക്ക് മറക്കാനാവാത്ത ഒരുപാട് 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 നല്ല നല്ല ഗാനങ്ങൾ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചു. പക്ഷെ അതിൻ്റെ മരണമെന്ന് പറയുന്നത് വളരെ ദയനീയമായിരുന്നു. മറ്റൊന്നുമല്ല, നമുക്ക് ആർക്കും എത്തിപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം നമ്മളെ വിട്ടുപോയത്. നമ്മുടെ ഈ മഹാമാരിയുടെ ഇടയ്ക്കാണ് അദ്ദേഹം വിട്ടുപോയത്. അതുകൊണ്ട് തന്നെ കൊച്ചിയിലേക്ക് ആർക്കും എത്താൻ കഴിഞ്ഞില്ല. എനിക്കും അർജുന മാസ്റ്ററോട് ഒരു ഒരു ബന്ധമുണ്ട്. അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് പാട്ട് പാടാനും ഒക്കെ ഒരുപാട് അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് സാർ ആവശ്യപ്പെട്ടിരിക്കുന്ന കെ പി എസ് സിയുടെ ഒരു ഗാനം പാടാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാനൊന്ന് പാടാം സാർ. സാർ, ഞാൻ കെ പി എസ് സിയുടെ ഒരു ഗാനം ഞാൻ പാടാൻ ഉദ്ദേശിക്കുകയാണ്. അത് ആ ഗാനം നമ്മുടെ ദേവരായ മാസ്റ്റർ സംഗീതം ചെയ്ത് അദ്ദേഹം തന്നെ ആലപിച്ചൊരു ഗാനമാണ്. നമ്മുടെ ഏറ്റവും പ്രസിദ്ധമായ ഗാനം പൊന്നൊരുവാൾ അമ്പിളിയിലുള്ള ഗാനം.
പാൽനില പാലലകൾ ഓടി വരും നേരം എന്തിനാണ് നിൻ കരള് നൊന്തു പോണൻ കള്ളി എൻ കരളേ കൺകുളിരേ എൻ കരളേ കൺകുളിരേ എൻ കരളേ കൺകുളിരേ നിന്നെയോർത്തു തന്നെ പാടുകയാണെൻ കരൾ പോരാടുമെൻ കരങ്ങൾ പോരാടുമെൻ കരങ്ങൾ ഒത്തുനിന്നി പോനിലാവും നെൽക്കതിരും കൊയ്യ തോളോട് തോളൊത്തു ചേർന്നു വാളുയർത്താൻ തന്നെ പോരുമോ നീ പോരുമോ നീ പോരുമോ നീ പോരുമോ നീ നേരു നേടും പോരിൽ എൻ കരളി പൊൽക്കുളിരെ നിന്നെയോർത്തു പാടും പാട്ടുകാരൻ നാളെയുടെ ഗാട്ടുകാരനല്ലോ ഗാട്ടുകാരനല്ലോ പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ ആമരത്തിൽ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ ആമരത്തിൽ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ. നമ്മുടെ ഇപ്റ്റ കൊല്ലം ജില്ലയുടെ പ്രധാനപ്പെട്ട 3 വ്യക്തിത്വങ്ങളെ പറ്റി ഞാൻ സംസാരിച്ചുള്ളൂ. ബാക്കിയുള്ള പ്രവർത്തകർ നമ്മുടെ കൊല്ലം ജില്ലയുടെ മറ്റു പ്രവർത്തകരെ പറ്റി ഒന്നും എനിക്കറിയില്ല. അവരോടൊക്കെ ഞാൻ നന്ദി ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. Ponal Nandokumar sir, beautiful. Thank you sir, thank you. ഞാൻ അടുത്ത ഒരു പാട്ടിലേക്ക് പോവാണ്. വളരെ വളരെ പ്രശസ്തമായ ഒരു ഗാനമാണ്. നമ്മുടെ മലയാള സിനിമയിലേക്ക് ഒരുപാട് നമ്മുടെ മലയാള സിനിമ സംഗീതത്തിന് ഒരുപാട് നമ്മുടെ മലയാളികളല്ലാത്ത ഒരുപാട് സംഗീത സംവിധായകർ നമ്മുടെ മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രശസ്തനായ ഒരു സംഗീത സംവിധായകനാണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ രവീന്ദ്ര ജെയിൻ എന്ന സംഗീത സംവിധായകൻ. ഒരുപാട് നല്ല ഗാനങ്ങളാണ് മലയാളത്തിലേക്ക് അദ്ദേഹം സംഭാവന ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു മ്യൂസിക് ചെയ്തൊരു സിനിമയാണ് സുജാത എന്ന സിനിമ. അപ്പോൾ ആ സിനിമയിലെ ഒരു ഗാനം ആണ് ഞാൻ പാടാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ആണ്. ഇതിൻ്റെ പാട്ട് എഴുതിയിരിക്കുന്നത്. സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് രവീന്ദ്ര ജെയിനാണ്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല ഗാനമാണ്. പാട്ട് ഇതാണ്, താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും എന്ന ഗാനം. നമുക്കൊന്ന് കേൾക്കാം. താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തളിരിളം കാവളം കിളി തന്റെ തങ്കവള ചിത്രവള താരുണ്യ പൊന്നുവള എന്നിലെ കാമുകനെ വിളിച്ചുണർത്തി താലിപ്പൂ പീലിപ്പൂ താഴം
പൂച്ചൂടി വരും തളിരിളം കാവളം കിളി. ഇല്ലിമുളം കൂട്ടിൽ നിന്നിറങ്ങി വന്നെന്റെ അല്ലിമുളം കുഴലിൽ തേൻ ചോരിഞ്ഞ. ഇല്ലിമുളം കൂട്ടിൽ നിന്നിറങ്ങി വന്നെന്റെ അല്ലിമുളം കുഴലിൽ തേൻ ചോരിഞ്ഞ. എന്റെ പഴംകൊളി ചിറകുള്ള സ്വപ്നജാലങ്ങളെ പറക്കും തളികയിൽ എടുത്തുയർത്തി. താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തളിരിളം കാവളം കിളി. മഞ്ഞളയിൽ കുളിപ്പിക്കും മാർഗഴി മാസത്തിൽ മംഗളം പാലയാനി ഇതൾ വീരിച്ചു. മഞ്ഞളയിൽ കുളിപ്പിക്കും മാർഗഴി മാസത്തിൽ മംഗളം പാലയാനി ഇതൾ വീരിച്ചു. ഇപ്പോളായിരം കാവടി കലശങ്ങളാടുമെന്റെ ചേതനയെ സ്വർഗത്തിൽ പിടിച്ചിരുത്തി. താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചോടി വരും തളിരിളം കാവളം കിളി. നിന്റെ തങ്കവള ചിത്രവള താരുണ്യ പൊന്നുവള എന്നിലെ കാമുകനെ വിളിച്ചുണർത്തി. ഓ ഓ Thank you. ഗീതു ആനന്ദ് ആശംസകൾ. താങ്ക് യു സോ മച്ച് ഗീതു മാം. ഇറ്റ കരിപ്ര യൂണിറ്റ് അഭിവാദ്യങ്ങൾ. കരിപ്ര യൂണിറ്റ്. ഓക്കെ. നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷം. ഇനി ഒരുപാട് ആളുകൾ നമുക്ക് ഇങ്ങോട്ട് വരാറുണ്ട്, നമ്മുടെ റെസ്പോണ്ട് ചെയ്യാനുണ്ട്. അവരൊക്കെ വരുമെന്ന് വിചാരിക്കുകയാണ് നമുക്ക്. ഹരികുമാർ ബാലൻ, നമസ്കാരം സർ. നമസ്കാരം. കല അനിൽകുമാർ, നമസ്കാരം കല മാം. വളരെ സന്തോഷം ഈ ലൈവ് വാച്ച് ചെയ്യുന്നതിൽ, ഒരുപാട് സന്തോഷം. നമസ്കാരം ബിന്ദു, ഒരുപാട് സന്തോഷം.
താങ്ക് യു മൃഗലാൽ സാർ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു പാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ കുറേ പാട്ടിലിങ്ങനെ പാടാം. അപ്പം എന്തെങ്കിലും അതുപോലെ തന്നെ ഒരു പാട്ട് ഇവിടെ ആവശ്യപ്പെട്ടത്, ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വർഗപുത്രി നവരാത്രി എന്നുള്ള പാട്ട് ആരോ ആവശ്യപ്പെട്ടിരുന്നു. സുരേഷ് സാറാണ്. സ്വർഗപുത്രി നവരാത്രി ഇതൊന്ന് പാടുമോ? ഒന്ന് പാടുമോ? ഉം. സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രി നവരാത്രി. സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രി നവരാത്രി. വളരെ നല്ല ഗാനമാണ് സാർ ആവശ്യപ്പെട്ടത്. ഒരുപാട് സന്തോഷം സാർ. പൂമാനമേ ഒരു രാഗമേഘം, നീല നിശീഥിനി. ഓക്കെ ഓക്കെ ഓക്കെ, നീല നിശീഥിനി. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കനവാ കണമായി ഉയരാ ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. ഈ ഗാനം രണ്ടുപേര് പാടിയിട്ടുണ്ട്, മർക്കോസ് ചേട്ടനും അതുപോലെ ചിത്രചേച്ചിയും പാടിയിട്ടുണ്ട്. വളരെ പോപ്പുലറായിട്ട് ഗാനമാണ്. വളരെ സന്തോഷം ആ ഗാനം ആവശ്യപ്പെട്ടത്. നീലനിശീഥിനി പാടാമോ? തീർച്ചയായിട്ടും ഞാൻ നീലനിശീഥിനി പാടാം. ബ്രഹ്മാനന്ദൻ പാടിയ ഗാനമാണത്, നീലനിശീഥിനി. അദ്ദേഹം ഒരുപിടി ഗാനങ്ങൾ മലയാള സിനിമയിൽ പാടിയിട്ടുള്ളത്. എന്നാൽ അതായത് യേശുദാസ്, ജയചന്ദ്രൻ, പിന്നെ ബ്രഹ്മാനന്ദൻ, ഈ മൂന്ന് പേരാണ് മലയാള സംഗീത വിഭാഗത്തിലെ കുലപതികളെന്ന് പറയാം നമുക്ക്. ദാസേട്ടൻ കഴിഞ്ഞാൽ പിന്നെ ജയചന്ദ്രനാണ്, അത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പാട്ടുകൾ പാടിയിരിക്കുന്നത് ബ്രഹ്മാനന്ദനാണ് ആ ഒരു കാലഘട്ടത്തിൽ. പിന്നെ ഇങ്ങോട്ട് കുറേ പ്രതിഭകൾ വന്നു. പിന്നെ നമ്മുടെ ശ്രീകാന്ത്, അയ്യൂർ സദാശിവൻ, കാർത്തികേയൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഗായകർ വന്നിരുന്നു. അതിൽ ഒരുപിടി നല്ല ഗാനങ്ങൾ പാടി മറഞ്ഞുപോയ ഗായകനാണ് കെ പി ബ്രഹ്മാനന്ദൻ. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഗാനമാണ്, അർജുനമാസ സംഗീതമാണ് നീലനിശീഥിനി എന്നുള്ള പാട്ട്. നീലനിശീഥിനി നിൻമണിമേടയിൽ നിദ്രാവിഹീനയായി നിന്നു, നിൻമലർവാടിയിൽ നീറുമൊരോർമ്മ പോൽ നിർമ്മലേ ഞാൻ കാത്തു നിന്നു 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 ഞാൻ കാത്തു നിന്നു. നീലനിശീഥിനി നിൻമണിമേടയിൽ നിദ്രാവിഹീനയായി നിന്നു, നിൻമലർവാടിയിൽ നീറുമൊരോർമ്മ പോ നിർമ്മലേ ഞാൻ കാത്തു നിന്നു 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 ഞാൻ കാത്തു നിന്നു. പ്രിയ കേസ്, ഹായ് പ്രിയ. പ്രിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്, വളരെ അറിയപ്പെടുന്ന ഒരു വലിയ ഗായികയാണ് പ്രിയ. പ്രിയ കരുനാഗപ്പള്ളിക്കാരിയാണ്. നിരവധി സ്റ്റേജുകളിൽ ഒരുപാട് വർഷങ്ങളുടെ പരിചയസമ്പത്തുള്ള ഒരു വലിയ ഗായികയാണ്, വലിയ കലാകാരിയാണ്. പ്രിയ ഒരു ഗായിക മാത്രമല്ല, പ്രിയ എന്ന് പറയുന്നത് ഒരു ഗായികയാൽ ഉപരിയായിട്ട് ഒരു നല്ലൊരു അവതാരകയാണ്, നല്ലൊരു പ്രഭാഷകയാണ്, ഒരു നല്ലൊരു സംഘാടകയാണ്. അതാണ്, നല്ല സംഘടനാ പാഠമുള്ളൊരു വ്യക്തിയാണ് പ്രിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അധ്യാപികയാണ്,
സംഗീതം പഠിക്കുന്ന ഏറ്റവും നല്ല ഞാൻ പ്രിയയിൽ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞ ഒരു കാര്യം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ആ ഓൺ ടൈമിൽ പ്രിയ ഇങ്ങനെ അവരെ അറിയിച്ചുകൊണ്ടേയിരിക്കും. കാരണം എനിക്ക് അനുഭവമുള്ളൊരു കാര്യമാണ്. ഒരു കാര്യം പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതാത് സമയങ്ങളിൽ അതൊരു സംഘടനാ ശരിക്കും സംഘടിപ്പിച്ച് പരിചയമുള്ളൊരു ഒരു വലിയ ആൾക്കാർക്ക് മാത്രം കഴിവുള്ളൊരു കാര്യമാണ്. അപ്പോൾ വിവരങ്ങൾ ഇങ്ങനെ പറയുക പ്രിയ. എനിക്ക് അക്കാര്യത്തിൽ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന, വളരെയധികം ഇഷ്ടപ്പെടുന്ന, വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്ന വലിയ ഒരു മഹത് വ്യക്തി തന്നെയാണ് പ്രിയ. ഞങ്ങൾ ഒരുമിച്ച് ഗാനമേളയ്ക്ക് പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വേറൊരു പ്രത്യേകത, എനിക്കത് പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മൾ കൊടുക്കുന്ന പാട്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ആത്മാർത്ഥത്തോടെ 100% അത് പഠിച്ച് അത് സ്റ്റേജിൽ അതുപോലെ പെർഫോം ചെയ്യാനുള്ള കഴിവ്. കാരണം എനിക്ക് നേരിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എനിക്കിപ്പോഴും പ്രിയ പാടിയ 1-2 പാട്ടുകൾ, സ്റ്റേജിൽ പാടിയ ലൈവിൽ മാവേലിക്കര ഫെസ്റ്റിവൽ പാടിയ 1-2 പാട്ടിൽ ഒന്ന് ഈ കൈകളിൽ വീണാടുവാൻ എന്നുള്ള പാട്ട് റിഹേഴ്സലിൽ നമ്മൾ പാടിയ, പിന്നെ കാറ്റു താരാട്ടും ആ പാട്ട്, അതുപോലെ തന്നെ കല്യാണപ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന ഈ കാണാം. ഇതൊക്കെ വളരെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ സ്റ്റേജിൽ പ്രിയ പാടുന്ന ഇപ്പോഴും എനിക്ക് ആ നോട്ടൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ തൊണ്ടയിൽ നിന്ന് കറക്റ്റായിട്ട് വീഴുന്ന എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. കാരണം അങ്ങനെയുള്ള ആളുകൾ വളരെ ചുരുക്കമാണ്. കാരണം വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ ഇത്തരം ഗാനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആത്മാവിൽ നിന്ന് വരുന്ന പാട്ടിലാണല്ലോ അതൊക്കെ. പ്രിയയെ സംബന്ധിച്ച് അതെല്ലാം ഉണ്ട്. ഏത് കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്ന ഒരു കലാകാരി, അതിനൊക്കെ ഉപരിയായിട്ട് നല്ലൊരു വ്യക്തി. അതാണ് ഇഷ്ടം. എനിക്ക് ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ, മനസ്സിലുള്ള കാര്യങ്ങൾ. എനിക്ക് പ്രിയയെ വിളിച്ചിരുത്തി പറയാൻ പറ്റില്ല. അത്രയ്ക്ക് മാത്രം ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. മിക്കവാറും എല്ലാ ഗായകരും 10-38 വർഷങ്ങളായിട്ട് രംഗത്തേക്കുന്ന ഒരു ഗായികയാണ് പ്രിയ. ഞാൻ ഒരുപാട് ആരാധിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഉഷ. താങ്ക് യു സോ മച്ച് പ്രിയ. പ്രിയ ഈ ലൈവിൽ വന്നത്, എൻ്റെ ലൈവ് വാച്ച് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം പ്രിയ, ഒരുപാട് സന്തോഷം. സുരേഷ് സാർ താങ്ക്സ്. ഓക്കെ സാർ, താങ്ക് യു. നമസ്കാരം. ഒരേ രാഗപല്ലവി, പ്രിയ ആവശ്യപ്പെടുന്ന പാട്ട് ഒരേ രാഗപല്ലവിയാണ്. എനിക്കൊരു സംഘടന, അതായത് നിലാവ് എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ ഉണ്ട്. നിലാവ് മ്യൂസിക് ഫൗണ്ടേഷൻ, ഓച്ചിറയാണ് അതിൻ്റെ ആസ്ഥാനം പ്രവർത്തിക്കുന്നത്. കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു സമയത്ത് കുറേ ഫൗണ്ടേഷൻസിലൊക്കെ പാടിയിരുന്നു. കമൂറ ഫൗണ്ടേഷന്, നമ്മുടെ ജി ദേവരായൻ ഫൗണ്ടേഷനിലൊക്കെ കുറേ പ്രോഗ്രാംസ് അത്യാവശ്യം കുറച്ച് പാടാനുള്ള അവസരം കിട്ടിയിരുന്നു എനിക്ക്. അപ്പോഴാണ് എനിക്ക് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോരുന്നതാണ്. അതിൻ്റെ പ്രവർത്തന സംഘാടകരൊക്കെ വളരെ നല്ല സംഘാടകരാണ്. അതിൻ്റെയൊക്കെ ONV രാജുവേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച സംഘാടനം തന്നെയാണ്. അദ്ദേഹമാണ് എന്നെ പല പരിപാടികളിലൊക്കെ എന്നെ വിളിച്ച് അദ്ദേഹം എന്നെ സ്റ്റേജ് ഷോയിൽ പാടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഫൗണ്ടേഷൻ ട്രിവാൻഡ്രത്ത് സ്ഥിതി ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നല്ലൊരു സംഘടന ഉണ്ടായിക്കൂടാ, സംഗീത സംഘടന ഉണ്ടായിക്കൂടാ എന്ന് ഞാൻ ചിന്തിച്ചതിൻ്റെ ഫലമാണ് നിലാവ് എന്ന് പറഞ്ഞ സംഘടന ഉണ്ടായത്. അപ്പോൾ ആ നിലാവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാണ് ഇവരെ, പ്രിയയ്ക്ക് ബന്ധപ്പെട്ടാണ്. അപ്പം നിലാവ് ആദ്യകാലത്ത് എടുത്ത ഗാനങ്ങൾ ഒരു പാട്ടാണ്, ഒരു ഡ്യുവറ്റാണ് ഒരേ രാഗപല്ലവി എന്ന് പറഞ്ഞ പാട്ട്. ഒരേ രാഗപല്ലവി നമ്മൾ, ഒരു ഗാനമഞ്ജരി നമ്മൾ, മനസ്സിൻ്റെ ഉള്ളിൽ ഓമനേ നീ മധുമാദഗാനം പാടിവാ, രതിലോലേ പ്രേമഗാനം പാടിവാ, രതിലോലേ പ്രേമഗാനം പാടിവാ. മികച്ച ഗാനമാണത്. അത് KJ ജോയിയുടെ ഏറ്റവും മികച്ച ഗാനങ്ങളിൽ ഒരു ഗാനമാണ്. അനുപല്ലവി എന്ന സിനിമയിലെ ഏറ്റവും ഹിറ്റായ ഒരു ഗാനമാണ് ഒരേ രാഗപല്ലവി എന്നുള്ളത്. ആ ഗാനം ആവശ്യപ്പെട്ടതിന് ഓർമ്മിപ്പിച്ച് ഒരുപാട് നന്ദി. എനിക്ക് നീലജലാശയത്തിൽ പാടാമോ ബിന്ദു ആവശ്യപ്പെടും. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ, നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു, നീലജലാശയത്തിൽ ഹൃദയം പൂമ്പൊയ്കയായി, ഹംസങ്ങൾ സ്വപ്നങ്ങളായി, ഹൃദയം പൂമ്പൊയ്കയായി,
ഹംസങ്ങൾ സ്വപ്നങ്ങളായി ആയിരമായിരം അഭിലാഷങ്ങൾ തെളിനീർ കുമിളകളായി അവയുടെ ലാളനം ഏറ്റുമയങ്ങും നീയൊരു താമരയായി നീലത്താമരയായി നീലജലാശയത്തിൽ അശോക് ശങ്കർ, ഡോക്ടർ അശോക് ഡോക്ടർ അശോക് ശങ്കർ. താങ്ക് യു ഡോക്ടർ. അങ്ങ് ഈ ലൈവ് വാച്ച് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ഇഷ്ടമുള്ളൊരു വളരെ പ്രിയപ്പെട്ട എൻ്റെ ഒരു ജ്യേഷ്ഠ സുഹൃത്താണ് ഡോക്ടർ അശോക്. ഡെൻ്റൽ സർജനാണ്, കൊല്ലത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഡെൻ്റൽ സർജനാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ് അദ്ദേഹം. എന്നെ വളരെ സ്നേഹിക്കും, എന്നെ വളരെ ഏറെ എൻ്റെ വീട്ടിലേക്ക് ഒരുപാട് പ്രാവശ്യം അദ്ദേഹം വന്നിട്ടുണ്ട് സാർ ഡോക്ടർ. അങ്ങ് ഈ ലൈവ് വാച്ച് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം ഡോക്ടർ. കല അനിൽകുമാർ, പുലരിത്തൂ മഞ്ഞുതുള്ളിയിൽ. ഓക്കെ, അത് തീർച്ചയായിട്ടും പാടാം. പുലരിത്തൂ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം, ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു. പുലരിത്തൂ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം, ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു. മണ്ണിൻ നീരൻ മനസ്സിനെ മാനം തൊട്ടുണർത്തി, മണ്ണിൻ നീരൻ മനസ്സിനെ മാനം തൊട്ടുണർത്തി, വെയിലിൻ കയ്യിൽ അഴകോലും വന്ന ചിത്രങ്ങൾ മാഞ്ഞു. പുലരിത്തൂ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം, ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു. പ്രിയ, നല്ല വാക്കുകൾക്ക് നന്ദി. പഴയ പാട്ടുകളുടെ സുവർണ ശേഖരമുണ്ട് രജിയുടെ കയ്യിൽ, കേൾക്കട്ടെ. അതെ. ശരിക്കും പറഞ്ഞാൽ ഒരു പഴയ പാട്ടുകൾ പാടാൻ വേണ്ടി വന്ന ഒരാളല്ല ഞാൻ. ഒരു പ്രത്യേക സമയത്ത്, കാരണം ഇതൊക്കെ ഇപ്പം ഞാൻ പാടിയ ഇപ്പം ഒരു ഗാനം താലിപ്പൂ പീലിപ്പൂ, അതുപോലെ തന്നെ കുറേ പാട്ടുകൾ. ചൈത്രയാമിനി ചന്ദ്രികയാലൊരു ചിത്രനീരാളം നാനാ ഇന്ദീവരമിഴി നിൻ തമ്പുരുവിൽ ഇന്ദോളരാഗം. ചൈത്രയാമിനി ചന്ദ്രികയാലൊരു ചിത്രനീരാളം നിന്ന ഇത്തരം പാട്ടുകൾ. അതുപോലെ തന്നെ സന്ധ്യ തന്നമ്പലത്തിൽ ഈ പാട്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം, ഇതൊക്കെ എന്നെയൊക്കെ സംബന്ധിച്ച് യഥാർത്ഥ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഒരിക്കലും ഒരു പുതിയ പാട്ടില്ല. കാരണം കുഞ്ഞിലെ മുതൽ കേൾക്കുന്ന പാട്ടുകൾ അതൊക്കെ. അപ്പം അതുകൊണ്ട് അന്ന് മുതലേ മനസ്സിൽ രൂഢമൂലമായ സംഗീതമാണ് ഇതൊക്കെ, എഴുത്തിലായാലും ഒക്കെ തന്നെ. അപ്പം അതുകൊണ്ട് അത് അങ്ങനെ വരുന്നു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ചൊരു പഴയ പാട്ട് കാരനാവുക അല്ലെങ്കിൽ പഴയ പാട്ട് മാത്രമേ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല. കാരണം ഇതൊക്കെ നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു മാനസികമായ തലം, ഒരു വികാരത്തിൻ്റെ ഒരു തലമുണ്ടല്ലോ. അപ്പം അത് ഭയങ്കര ഒരു ആസ്വാദ്യകരമാണ്. അപ്പം അതുകൊണ്ട് ഇത്തരം ഗാനങ്ങൾ പാടിപ്പോന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഉദയഭാനു ചേട്ടൻ ഇട്ട പേരാണ് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നത്.
അദ്ദേഹത്തെ പേരാണ് ഓൾഡ് ഈസ് ഗോൾഡ്, പഴയത് സ്വർണ്ണമാണെന്ന്. സത്യമാണത്. കാരണം ഇപ്പോൾ ഒരുപാട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം ഗാനങ്ങളുടെ പ്രസക്തി വളരെ കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ ഗാനമേളയായാലും ഗാനമേള ട്രൂപ്പുകളായാലും അല്ലാത്തവരായാലും ഒക്കെ തന്നെ ഇപ്പം നമ്മുടെ ഈ കൊച്ചു കുട്ടികൾ പാടുന്ന റിയാലിറ്റി ഷോയിൽ പാടുന്ന പാട്ടുകളെല്ലാം പഴയ പാട്ടുകൾ തന്നെയാണ് എല്ലാം. അപ്പോൾ ഇന്നലെ ഒരു ഗാനം ഞാൻ കേട്ടു. പൈനാപ്പിൾ പോലൊരു പെണ്ണ്, പാൽ പായസം പോലൊരു പെണ്ണ്, പഞ്ചാരച്ചിരി കൊണ്ടു പഞ്ചായത്താകെ പലിശയ്ക്കു വാങ്ങിയ പെണ്ണ്. പൈനാപ്പിൾ പോലൊരു പെണ്ണ്, പാൽ പായസം പോലൊരു പെണ്ണ്, പഞ്ചാരച്ചിരി കൊണ്ടു പഞ്ചായത്താകെ പലിശയ്ക്കു വാങ്ങിയ പെണ്ണ്. പൈനാപ്പിൾ പോലൊരു പെണ്ണ്. ഇത് വളരെ ബാബുരാജിൻ്റെ ഒരു വളരെ പഴയ ഒരു പാട്ടാണ്. അപ്പോൾ ഇതൊക്കെ കൊച്ചുകുട്ടികൾ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ പോലും അവരെ കാണാൻ പറ്റില്ല. അത്രയും ചെറിയ പൊടിക്കുട്ടികൾ ഇതൊക്കെ പാടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആവേശമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മ. അപ്പോൾ അതുപോലെ തന്നെ പ്രിയ പറഞ്ഞത് ശരിയാണ്. കാരണം ഇത്തരം ഗാനങ്ങൾ ഒരു ശേഖരവും തന്നെ ഉണ്ട്. കാരണം അതൊക്കെ അതുമായിട്ടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് അതൊക്കെ. കായാമ്പൂ കണ്ണിൽ വിടരും, അശോകൻ ഡോക്ടർ ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും കായാമ്പൂ കണ്ണിൽ വിടരും, കമലദളം കവിളിൽ വിടരും, അനുരാഗവതി നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. കായാമ്പൂ കണ്ണിൽ വിടരും, കമലദളം കവിളിൽ വിടരും, അനുരാഗവതി നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. വളരെ മനോഹരമായ പാട്ടാണ്. ഒരുപാട് പേര് ആശംസകൾ. രാജു ഡി പൂതക്കുളം ഒരു ആശംസ അറിയിച്ചത്. താങ്ക് യു സർ. രാജു സർ, വളരെ സന്തോഷം. ഒരു നാടകഗാനം പാടാമോ? പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. KPSCയുടെ പ്രസിദ്ധമായ ഗാനമാണ്. പാമ്പുകൾക്കു മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിനിടമില്ല, മണ്ണിനിടമില്ല. പാമ്പുകൾക്കു മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിനിടമില്ല, മണ്ണിനിടമില്ല. എവിടെ നിന്നു വന്നു ഞാൻ, എവിടേക്കു പോണു ഞാൻ, എവിടെ നിന്നു വന്നു ഞാൻ, എവിടേക്കു പോണു ഞാൻ. വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ, വെളിച്ചമുണ്ടോ, കയ്യിൽ വെളിച്ചമുണ്ടോ. പാമ്പുകൾക്കു മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിനിടമില്ല, മണ്ണിനിടമില്ല. പോണാൽ നന്ദകുമാർ സാർ, നമസ്കാരം സാർ. അങ്ങേക്ക് പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് വിചാരിക്കുന്നു. മനസ്സിലായി. എനിക്ക് ഒരുപാട് നന്ദി അങ്ങയോട്. റോണിത് മാവുംകൽ, ഹായ്. ഹായ് സർ, ഹലോ. വീണപൂവെ, കുമാരനാശൻ്റെ വീണപൂവെ പാടാമെന്ന് ചോദിച്ചിരിക്കുന്നു. ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്ന സിനിമയിലെ പാട്ടാണ്. MS വിശ്വനാഥൻ്റെ ഉജ്ജ്വല സംഗീതമാണത്. ദാസേട്ടനും പാടിയിട്ടുണ്ട്, അത് ജാനകിയമ്മയും പാടിയിട്ടുണ്ട്.
വീണപ്പൂവേ കുമാരനാശാന്റെ വീണപ്പൂവേ 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 കുമാരനാശാന്റെ വീണപ്പൂവേ വീണപ്പൂവേ വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ ഒരു ശുക്ര നക്ഷത്രമല്ലേ നീ വീണപ്പൂവേ കുമാരനാശാന്റെ വീണപ്പൂവേ വീണപ്പൂവേ. ബിന്ദു രവി ഇന്ദ്രവല്ലരി പാടുമോ? തീർച്ചയായിട്ടും ഇന്ദ്രവല്ലരി പാടാം.
പനിനീര് പെയ്യുന്ന 14-ാം രാവിൽ പനിമതിയോ, ആ ഗാനം എനിക്കറിയില്ല. ആ, ക്ഷമിക്കണം, എനിക്ക് ആ പാട്ട് അത്ര ആ, ഒരു അറിവ്. എനിക്കറിയാം, ഗാനം കേട്ടിട്ടുണ്ട്. ഇണയെ ഓർത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടാണ്. പക്ഷേ ക്ഷമിക്കണം, എനിക്ക് ആ പാട്ട് അത്ര പരിചയമില്ല. നമുക്ക് മറ്റൊരു അവസരത്തിൽ പാടാം. സീതാ ലക്ഷ്മി, ഹായ്, നമസ്കാരം, സന്തോഷം. പോണാൽ നന്ദകുമാർ സാർ വീണ്ടും അറിയിച്ചത് ഇപ്റ്റ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിവാദനങ്ങൾ. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഈ അഭിവാദനങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ്. കാരണം സംസ്ഥാനത്തിൻ്റെ ഒരു അഭിനന്ദനമാണ്. വളരെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും സാർ. നീൽമിഴിപ്പീലിയിൽ നീർമിഴിപ്പീലി നീർമണി തുളുമ്പി നീ എന്നരികിൽ വന്നു, കണ്ണു നീ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമൊരന്യനെ പോ, വെറുമന്യനെ പോ. സാർ, ആ ഗാനം എനിക്ക് മുഴുവനായിട്ട് അറിയില്ല സാർ. ഞാൻ അതുകൊണ്ടാണ് സംശയിച്ച് പാടിയത്. മറ്റേതെങ്കിലും ഒരു പാട്ട് സാറിന് വേണ്ടി ഞാൻ പാടിത്തരാം. ഐ എം സോ സോറി അനിൽ സാർ. ബിന്ദു രവിയുടെ അഭിനന്ദനങ്ങൾ, താങ്ക് യു. വേണുഗോപാൽ, വേണു ചേട്ടാ, നമസ്കാരം. വളരെ വളരെ സന്തോഷം, വളരെ സന്തോഷം ചേട്ടൻ ഈ ലൈവിൽ വന്നതിൽ, വാച്ച് ചെയ്തതിൽ വളരെ സന്തോഷം. ഒരുപാട് സീനിയറായിട്ടുള്ള ഒരു പാട്ടുകാരനാണ് അദ്ദേഹം. ഒരു ട്രൂപ്പൊക്കെ നടത്തുന്ന ആളാണ്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അത് കലാകാരൻ എന്ന നിലയ്ക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹം ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് വേണുചേട്ടന്. എന്തായാലും ഒരുപാട് സന്തോഷം വേണുചേട്ടാ ഈ ലൈവിൽ, എൻ്റെ ലൈവിൽ വന്നതിൽ. ബിന്ദു രവി, താങ്ക് യു. ഓക്കെ. അശോക പൂർണിമ, അശോക പൂർണിമ വിടരും വാനിൽ അനുഭൂതികൾ തൻ രജനീയാമം അലയുകയാണൻ അവിനാശനൽപ്പന ആകാശത്താമര തേടി. അശോക പൂർണിമ വിടരും വാനം. എനിക്ക് വരികൾ കാണാതെ അറിയില്ല, ആ സ്ക്രിപ്റ്റ് ഇല്ല എൻ്റെ കയ്യിൽ. ആ ഗാനം വളരെ ദക്ഷിണാമൂർത്തിയുടെ ഏറ്റവും പ്രസിദ്ധമായ ഗാനമാണ്. മറുനാട്ടിൽ ഒരു മലയാളി എന്ന സിനിമയിലെ ഗാനമാണത്. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അച്ഛൻ പറയുന്ന ഓർമ്മയുണ്ട്. ഈ സിനിമ കാണാൻ വേണ്ടി എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ, അന്ന് ഞാൻ വെറും പൊടിയാണ്, കൈക്കുഞ്ഞാണെന്ന് പറയുന്ന അച്ഛൻ, അന്ന് കോഴിക്കോട് സംഘം തിയേറ്ററിൽ ഈ പടം കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഈ പാട്ട് സീൻ വന്നപ്പോൾ ഞാൻ ഭയങ്കര കരച്ചിൽ കരഞ്ഞു. അപ്പം ഒരു തരത്തിൽ ഈ രംഗം കാണാൻ പറ്റില്ല. അച്ഛന് പിന്നെ എന്നെ എടുത്തുകൊണ്ട് തിയേറ്ററിൻ്റെ പുറത്ത് വന്ന് തോളയിലിട്ട് എന്നെ ഉറക്കി. ഇതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ഈ ഗാനത്തോടുള്ളൊരു സ്നേഹം എന്ന് പറയുന്നത്. ഞാൻ ഈ ഗാനം ഒരിക്കൽ സ്റ്റേജിൽ ഞാൻ പാടിയിട്ടുണ്ട്. ഒരു ട്രിബ്യൂട്ട് പരിപാടിക്ക് ഞാൻ പാടിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് വരികൾ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, ക്ഷമിക്കണം എന്നോട്. വളരെ നല്ല ഗാനമാണ് ബിന്ദു രവി ആവശ്യപ്പെട്ടത്. ഒരുപാട് സന്തോഷം. ഞാൻ ഈ ഒരു പാട്ടിലേക്ക് പോവാം. ഞാനൊരു അർജുന മാസ്ക് ട്രിബ്യൂട്ട് ഒരു പാട്ട്. പുഴ എന്ന സിനിമയിലെ 1968 ആണോ എനിക്ക് ആ ഒരു സമയമാണെന്ന് തോന്നുന്നു. പുഴ എന്ന സിനിമ ഭാസ്കർ മാസ്റ്റർ രചനയാണ്, ഭാസ്കർ മാസ്റ്റർ എഴുതിയ പാട്ടാണ്. അർജുന മാസ്റ്റർ സംഗീതം ചെയ്ത വളരെ മനോഹരമായ ഒരു ഗാനമാണ്. അനുവാദമില്ലാതെ അകത്തു വന്നു എന്ന ഒരു ഗാനമാണ്. നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം.
അകത്തു വന്നോ, നെഞ്ചിൽ അടച്ചിട്ട മണിവാതിൽ നീ തുറന്നോ. അനുവാദമില്ലാതെ അകത്തു വന്നു, നെഞ്ചിൽ അടച്ചിട്ട മണിവാതിൽ നീ തുറന്നു. കൊട്ടിയടച്ചൊരൻ കൊട്ടാരവാതിലെല്ലാം പൊട്ടി ചിരിത്താക്കോലിട്ടു നീ തുറന്നു. അനുവാദമില്ലാതെ അകത്തു വന്നു, നെഞ്ചിൽ അടച്ചിട്ട മണിവാതിൽ നീ തുറന്നു. അനുരാഗശാലിനി നീ വന്ന നേരത്തിൽ ആരാധന വിധികൾ ഞാൻ മറന്നു. അനുരാഗശാലിനി നീ വന്ന നേരത്തിൽ ആരാധന വിധികൾ ഞാൻ മറന്നു. ഉള്ളിലെ മണിയറയിൽ മുല്ലമലമേത്തയില്ലേ കള്ള ഉറക്കം നടിച്ചു നീ കിടന്നു. അനുവാദമില്ലാതെ അകത്തു വന്നു, നെഞ്ചിൽ അടച്ചിട്ട മണിവാതിൽ നീ തുറന്നു. ഞാൻ വന്നിരുന്നതറിയാതെ സ്വപ്നത്തിൽ പട്ടുവിരി കൊണ്ടു നീ മൂടിക്കിടന്നോ. ഞാൻ വന്നിരുന്നതറിയാതെ സ്വപ്നത്തിൽ പട്ടുവിരി കൊണ്ടു നീ മൂടിക്കിടന്നോ. എന്റെ ചുടുനിശ്വാസങ്ങൾ നിൻ കവിളിൽ പതിച്ച നേരം തെന്നലെന്നറിഞ്ഞു കണ്ണടച്ചു. അനുവാദമില്ലാതെ അകത്തു വന്നു, നെഞ്ചിൽ അടച്ചിട്ട മണിവാതിൽ നീ തുറന്നു. കൊട്ടിയടച്ചൊരൻ കൊട്ടാരവാതിലെല്ലാം പൊട്ടി ചിരിത്താക്കോലിട്ടു നീ തുറന്നു. അനുവാദമില്ലാതെ അകത്തു വന്നു, നെഞ്ചിൽ അടച്ചിട്ട മണിവാതിൽ നീ തുറന്നു. അഭിലാഷ് ടി ആർ, നമസ്കാരം അഭിലാഷ് സർ, ഒരുപാട് സന്തോഷം ലൈവ് വാച്ച് ചെയ്യുന്നതിൽ. ദേവകി കണ്ണൻ, എൻ്റെ മൺവീണയിൽ കൂടണയാനയോ, അതെനിക്ക് എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു
പാടാത്ത പാട്ടിൻ താരീരരേര നാനി നാനീനാ. എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു. പാടാത്ത പാട്ടിൻ നാനാ നാനാന നാനിന്നനാന. എനിക്ക് മുഴുവനായിട്ട് ആ ഗാനം അറിയില്ല. മറ്റൊരു അവസരത്തിൽ നമുക്ക് ആ ഗാനം നമുക്ക് പാടാം. എന്തായാലും ആ പാട്ട് ഓർപ്പിച്ചിട്ട് ഒരുപാട് നന്ദി. താങ്ക് യു. മുരുകലാൽ സാറിന് ഒരുപാട് നന്ദി. ദേവകി കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ്. ഓക്കെ, ഓ ഓ ശരി ശരി ശരി. ദേവകി മാഡത്തിന് ഒരുപാട് എനിക്ക് ഒരുപാട് നന്ദി. സന്തോഷം ലൈവിൽ വന്നത്. ഒരുപാട് അറിയപ്പെടുന്ന വലിയ വലിയ വ്യക്തിത്വങ്ങളാണ് ഇപ്പോൾ ഈ ലൈവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഒരു അംഗീകാരമാണ് അതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ആ തിരക്ക് പിടിച്ച രാഷ്ട്രീയ ജീവിതത്തിനിടയിലും ഇത്തരം ഗാനങ്ങൾ വളരെ ആരോഗ്യകരമായ ഒരുപാട് വില കൂടിയ പാട്ടുകളൊക്കെ മനസ്സിൽ ഇങ്ങനെ ഏറി നടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നല്ലൊരു ഗാനമാണ്. പക്ഷെ ഞാൻ ആ പാട്ട് എനിക്ക് പാടാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ്, ക്ഷമിക്കണം. ദേവകി കണ്ണൻ, സന്തോഷം. ഓക്കെ 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 മാം, വളരെ സന്തോഷം. ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു പാട്ട് മാഡത്തിനോട് ഞാൻ പാടുന്നത് ചൈത്രം ചായം ചാലിച്ചുള്ള പാട്ട് പാടിത്തരാം. ഞാൻ അതിന് പകരമായിട്ടൊരു രവീന്ദ്ര മാസ്റ്റർ തന്നെ ഒരു പാട്ട് ഞാൻ പാടാം. ചൈത്രം ചായം ചാലിച്ചു എന്നുള്ള ഗാനം. അത് സംഗീതം ചെയ്തിരിക്കുന്നത് എം.പി. ശ്രീനിവാസൻ സാറാണ്. വളരെ മനോഹരമായ ഒരു പാട്ടാണ്, അത് പാടാം. ചൈത്രം ചായം ചാലിച്ചു, ചൈത്രം ചായം ചാലിച്ചു, നിന്റെ ചിത്രം വരയ്ക്കുന്നു, ചിത്രം വരയ്ക്കുന്നു. ചൈത്രം ചായം ചാലിച്ചു, നിന്റെ ചിത്രം വരയ്ക്കുന്നു. എങ്ങു നിന്നെങ്ങുനിന്നീ കവിൾ തട്ടിലെ കുങ്കുമവർണ്ണം പകർന്നു. എങ്ങു നിന്നെങ്ങുനിന്നീ കവിൾ തട്ടിലെ കുങ്കുമവർണ്ണം പകർന്നു. മാതളപ്പൂക്കളിൽ നിന്നു മലർവാകതളിത്തരിന്നോ പാടിപ്പറന്നു പോ എൻ കിളിത്തത്തൻ പാടലമാം ചുണ്ടിൽ നിന്നോ. ആ ചൈത്രം ചായം ചാലിച്ചു, നിന്റെ ചിത്രം വരയ്ക്കുന്നു.
എങ്ങു നിന്നെങ്ങു നിന്നീ കുളിർനെറ്റി ചന്ദനത്തിൻ നിറം വാർന്നോ എങ്ങു നിന്നെങ്ങു നിന്നീ കുളിർനെറ്റി ചന്ദനത്തിൻ നിറം വാർന്നോ ഈ പൂവേരം ഇന്ദ്രനീലമണിച്ചിൽ മേലാകെ പടരും സൗവർണം ഏതു സന്ധ്യയിൽ നിന്നോ ആ ചൈത്രം സായം ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു. ശുഭ, സന്തോഷം. വലിയ വലിയ പ്രതിഭകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശുഭ രഘുനാഥ് ഇതും വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഗായികയാണ്. കാരണം സംസ്ഥാന അവാർഡുകൾ ഒരുപാട് പ്രൊഫഷണൽ നാടക രംഗത്ത്, സംഗീത രംഗത്ത് ഒരുപാട് നിരവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ഒരു മഹാപ്രതിഭയാണ് ശുഭ എന്നുള്ളതാണ്. പക്ഷെ വേണ്ട വിധത്തിൽ നമ്മുടെ സംഗീത രംഗം വേണ്ട വിധത്തിൽ ഈ ഗായികയെ അംഗീകരിച്ചോ അല്ലെങ്കിൽ അവസരം കിട്ടിയോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ്. കാരണം അത്ര അപാരമായ സിദ്ധിയുള്ള ഒരു ഗായികയാണ് ശുഭ. എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ സഹോദരിയാണ്. ഒരുപാട് നിരവധി റെക്കോർഡിങ്ങിൽ പാടിക്കൊണ്ടിരിക്കുന്ന ശുഭ ഇന്ന് അറിയപ്പെടുന്ന ഒരു വലിയ ഗായികയാണ്. ഏത് തരം പാട്ടുകളും, അതാണ് ഏറ്റവും രസം. ഏത് പാട്ട് എനിക്ക് ഭയങ്കര ഇതെന്ന് പറഞ്ഞാൽ പാട്ട് പഠിക്കാനിരിക്കും. ഒരിക്കലും ശുഭൻ ഞങ്ങളൊരു പാട്ട് പഠിക്കുകയായിരുന്നു ഉദയഞ്ചേട്ടൻ്റെ മുമ്പിൽ. ഒരു അപ്പം പെട്ടെന്ന് ഒറ്റ പ്രാവശ്യം പാടിക്കൊടുത്താൽ അത് അതുപോലെ ടേപ്പ് റെക്കോർഡറാണ് എന്ന് തന്നെ പറയാം. ഒരു ടേപ്പ് റെക്കോർഡറാണ്. കാരണം ടേപ്പ് റെക്കോർഡിൽ നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് റെക്കോർഡ് ചെയ്താൽ പിന്നെ അത് തന്നെ ആയിരിക്കില്ല എപ്പോൾ ഇടുമ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു സംഗതി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ഒരിക്കലും മറക്കില്ല. നമ്മൾ പല്ലവി പഠിച്ചപ്പോൾ അനുപല്ലവി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പല്ലവി പെട്ടെന്ന് മറന്നു പോകും. അപ്പം അങ്ങനെയൊക്കെയുള്ള അനുഭവമാണ്. അപ്പോൾ ശുഭയെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഒരു ടേപ്പ് റെക്കോർഡർ തന്നെയാണ്. കാരണം റെക്കോർഡ് ചെയ്ത ഒരു കമ്പ്യൂട്ടറാണ്. റെക്കോർഡ് ചെയ്ത അത് ഒരു ട്യൂൺ ഒറ്റ പ്രാവശ്യം പറഞ്ഞെടുത്ത് അത് പെട്ടെന്ന് പിടിച്ചെടുക്കുക. അത് വലിയൊരു സിദ്ധിയാണ് ശുഭയെ സംബന്ധിച്ച്. അതാണ് ശുഭയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരിക്ക് വേണ്ടത് ഏറ്റവും വലിയ ഗുണം അതാണ്. ഒന്നാമതാണ് പറയുന്ന കാര്യങ്ങൾ അതുപോലെ പഠിക്കുക, അതുപോലെ തിരിച്ചു കൊടുക്കുക. ഒരു സംഗീത സംവിധാനം എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അതുപോലെ പാടി തിരിച്ചു കൊടുക്കുക. അതാണ് കഴിവ്. അവിടെയാണ് ശുഭയുടെ വിജയം എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് ശുഭയിലെ ഗായികയെ ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. അത്രയ്ക്കും മഹാഗായികയാണ് ശുഭ. എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ളൊരു ഗായികയാണ്. എന്തായാലും ഈ ലൈവ് വീക്ഷിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ശുഭയ്ക്ക് ഒരുപാട് നന്ദി. രവിചേട്ടൻ സൂപ്പർ. ഓക്കെ, താങ്ക് യു ശുഭ, വളരെ സന്തോഷം. ദേവിക്ക് മനസ്സിൽ പ്രണയവും അതോടൊപ്പം വേദനയും പകരുന്ന ഈ മനോഹരമായ ഈ ഗാനം എനിക്ക് വേണ്ടി പാടി നന്ദി. ഓക്കെ. ഞാൻ ആ പാട്ട് പാടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു ഗാനം പാടാമെന്ന് വെച്ചത്. കാരണം അതുപോലെ തന്നെ അത്രയേറെ പ്രാധാന്യമുള്ളൊരു പാട്ടാണത്. ചൈത്രം ചായം ചാലിച്ചുള്ള പാട്ട്. അത് വളരെ നല്ലൊരു ഗാനമാണ്. എം എസ് ശ്രീനിവാസൻ്റെ ഏറ്റവും ഗംഭീരമായ ഒരു കമ്പോസിഷനാണത്. അപ്പം അങ്ങനെയാണ്. അപ്പം ആ പേപ്പർ ഇടങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു പാട്ട് ആവശ്യപ്പെടാത്ത അവസ്ഥയിൽ ഞാനിപ്പോൾ മറ്റൊരു ഗാനത്തിലേക്ക് പോകാം. അയ്യോ, ഞാൻ നേരത്തെ ഒരു 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 റെസ്പോൺസ് ഉണ്ട്. ശ്രുതിയിൽ നിന്നുയരും നാദശ്രവങ്ങൾ എന്ന പാട്ട് ബിന്ദു ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതൊന്ന് പാടുക. ഓളിയത്
ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ സ്വരമാം ചിറകിൽ അലസം നിങ്ങളിൽ മനസ്സിന്റെ ഉപവനത്തിൽ പറന്നുവ ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ ലയമാ തിരുമധുരവുമാ ലയമാ മധുമാ നിറയെ പൂക്കുന്നിരാ ആസ്വാദന പൂച്ചെണ്ടുകൾ അവയുടെ അനുപമ നൈവേദ്യം നുകരും ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ താങ്ക് യു മുരുകലാൽ സാർ. താങ്ക് യു സാർ, താങ്ക് യു. ഇപ്പം ഞാൻ പാടിയ ശ്യാം സാറിൻ്റെ ഒരു പാട്ടാണ്. തൃഷ്ണ എന്ന സിനിമയിലെ ഗാനമായിരുന്നു. അതിൽ തന്നെ മൈനാകം കടലിൽ നിന്നുയരുന്നുവോ ലാലാ ലാലാ ലാലാ. ആ പാട്ടൊക്കെ ആ സിനിമയിലെയാണ്. വളരെ അന്നത്തെ ആ 80-83 കാലഘട്ടങ്ങളിൽ വളരെ ഹിറ്റായിട്ടുള്ളൊരു സിനിമയായിരുന്നത്. അപ്പോൾ ഇപ്പം ശ്യാം സാറിൻ്റെ ഒരു പാട്ട് ഞാൻ പെട്ടെന്ന് പാടിയപ്പോൾ എനിക്ക് ശ്യാം സാറിൻ്റെ വേറൊരു പാട്ട് പാടാൻ എനിക്ക് തോന്നുന്നു. ഇപ്പം കണ്ണാന്തളിയും കാട്ടുകുറിഞ്ഞിയും എന്നുള്ള പാട്ടാണ്. അത് ശ്യാം സാറിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ഗാനമാണ്. ഏറ്റവും നല്ലൊരു മെലഡിയാണത്. നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. കണ്ണാന്തളിയും കാട്ടുകുറിഞ്ഞിയും കണ്ണാടി നോക്കും ചോലയിൽ കണ്ണാന്തളിയും കാട്ടുകുറിഞ്ഞിയും കണ്ണാടി നോക്കും ചോലയിൽ മുങ്ങിവാ പൊങ്ങിവാ മുന്നായി തോത്തും കോരിവാ ചോലപ്പൊന്മാൻ കുഞ്ഞുങ്ങളെ ചോലപ്പൊന്മാൻ കുഞ്ഞുങ്ങളെ കണ്ണാന്തളിയും കാട്ടുകുറിഞ്ഞിയും കണ്ണാടി നോക്കും ചോലയിൽ. നല്ലിനം തോവനാലി നടവഴി
കാർമിഴി കമ്പളം നീട്ടിയ നിങ്ങൾ മാനോടും വഴിയേ മനമോടും വഴിയേ ആരെ ആരെ കാത്തിരിപ്പൂ മാനോടും വഴിയേ മനമോടും വഴിയേ ആരെ ആരെ കാത്തിരിപ്പൂ ഈ കാവി വരുമോ ഇളം തൂവൽ തരുമോ ഈ മാറിച്ചീരുമോ നീലപ്പൊന്മാൻ കുഞ്ഞുങ്ങളെ കണ്ണാന്തളിയും കാട്ടുപുരിയും കണ്ണാടി നോക്കും ചോലേ. വളരെ നല്ലൊരു കോമ്പസിഷനാണ് ശ്യാം സാറിൻ്റെ ആ പാട്ട്. അപ്പോൾ എനിക്കിപ്പോൾ ശ്യാം സാറിൻ്റെ ഒരു പാട്ട് ഞാൻ നേരത്തെ പാടി പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് ഞാൻ പാടിയതേ ഉള്ളൂ. ശുഭ രചിച്ചിട്ട് പാടിയതെല്ലാം നല്ല സെലക്ഷൻ പാട്ടുകളായിരുന്നു. ഒത്തിരി സന്തോഷം. എനിക്ക് ഒരുപാട് സന്തോഷം ശുഭ വന്നതിൽ. ബിജു പുരുഷോത്തമൻ, ഹേ ബിജു സാർ, നമസ്കാരം. ഓക്കെ, സന്തോഷം. സാർ സുഖമാണോ? ഓക്കെ, നമുക്ക് ഒരു ഗാനത്തിലൂടെ പോകുമ്പോൾ വയലാർ ദേവരാജൻ ടീമിൻ്റെ മനോഹരമായ ഗാനം. ഞാനത് നമ്മുടെ ഈ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മനസ്സിൽ വന്ന ഒരു പാട്ടാണത്. അത് ഓ ദീപ രാജീവ്, നമസ്കാരം ദീപ, വളരെ സന്തോഷം. ദീപ രാജീവ് എന്ന് പറയുന്ന നമ്മുടെ രാജീവ് ആലങ്കൽ സാറിൻ്റെ പ്രിയപത്നിയാണ്. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് ദീപ. മോന് സുഖമായിട്ടിരിക്കുന്നത്. മോൻ്റെ ഒരു പാട്ടുകളൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ കേൾക്കാറുണ്ട്. ഇപ്പം അടുത്തൊരു പാട്ട് പാടിയത് വളരെ നന്നായിരുന്നു. ഇത് മറ്റേ എന്താണ്, ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങി തീരും, വളരെ നന്നായിട്ട് പാടി മോന്. രാജീവ് സാറിന് സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. സാറിൻ്റെ ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്, ആൽബം സോങ്. സാറിൻ്റെ തന്നെ അന്വേഷണം പറയാം. അപ്പോൾ ഞാൻ ബിജു പുരുഷോത്തമൻ, കൺഗ്രാറ്റ്സ്. താങ്ക് യു സാർ, ബിജു സാർ, താങ്ക് യു. അപ്പം ഞാനൊരു പാട്ട് ഇപ്പോൾ പാടുന്നത് പൊന്നിൽ കുളിച്ച രാത്രി എന്നൊരു പാട്ടാണ്. അത് ഞാനത് നമ്മുടെ ലൈവിലേക്ക് പാടാൻ വേണ്ടി സെലക്ട് ചെയ്തൊരു പാട്ടാണ്. അപ്പം ആ ഗാനം കൂടി ഒന്ന് പാടാമെന്ന് വിചാരിക്കുകയാണ്. 32 നേരത്തെ മറ്റേ പാട്ട് അങ്ങനെ വേണ്ട. ഞാൻ എന്തായാലും ആ പാട്ടൊന്ന് പാടാം. പൊന്നിൽ കുളിച്ച രാത്രി, പുളകം വിരിഞ്ഞ രാത്രി, ഈറന്നിലാവും തേമലർ മണവും ഇക്കിളി കൂട്ടുന്ന രാത്രി. പൊന്നിൽ കുളിച്ച രാത്രി, പുളകം വിരിഞ്ഞ രാത്രി, ഈറന്നിലാവും തേമലർ മണവും ഇക്കിളി കൂട്ടുന്ന രാത്രി. മലരിട്ടു നിൽക്കുന്നു മാനം, മൈക്കണ്ണിയാളെ നീ എവിടെ? ചിറകിട്ടടിക്കുന്നു മോഹം,
ചിത്തിരക്കിളിയേ നീ എവിടെ? ഓ ഓ ഓ പൊന്നിൽ കുളിച്ച രാത്രി, പുളകം വിരിഞ്ഞ രാത്രി, ഈറന്നിലാവും തേന്മലർ മണവും ഇക്കിളി കൂട്ടുന്ന രാത്രി. താങ്ക് യു. ഓക്കെ, ശരൺ തമ്പി. ഹായ് ശരൺ, മോനെ സുഖമായിട്ടിരിക്കുന്നോ? ശരണ് വലിയൊരു പാട്ടുകാരനാണ്. ശരണ് വലിയ ഷോസിലൊക്കെ പാടുന്ന വലിയ പാട്ടുകാരനാണ്. വലിയ കുഞ്ഞു പയ്യനായിരിക്കുമ്പോൾ എനിക്കറിയാം. ഇപ്പോൾ വലിയ വലിയ ആളായി പോയി. ഇപ്പോൾ ഒരുപാട് ഷോസിലും ഒക്കെ അടിച്ചുപൊളി പാട്ടുകളും ഭയങ്കര സംഭവങ്ങളൊക്കെ പാടിക്കൊണ്ടിരുന്ന വലിയ പാട്ടുകാരാണ് ശരൺ. ആ, പാരിപ്പള്ളിക്കാരനാണ്. വളരെ സന്തോഷം ശരണേ. ദീപ രാജീവ്, താങ്ക് യു. ഓക്കെ, രാജീവ് അലങ്കൽ സാറിൻ്റെ ഒരു പാട്ട് എനിക്ക് വളരെ ഭാഗ്യമാണ് അതിൻ്റെ പാട്ട് പാടാൻ പറ്റിയത്. മാടപ്രാവുകൾ പാടം കൊയ്യുമീ നാട്ടിൽ നല്ലൊരോണക്കാലമൂഞ്ഞാലാടണം. കാവിനുള്ളിലെ കുയിൽ പാടും പാട്ടിലെ കുളിരീണം തെന്നലൂറും നല്ല തേനും തേടണം. ഇലഞ്ഞി പൂത്ത തൊടികളിൽ വെയിൽ വിരിഞ്ഞ പുലരിയിൽ വെറുതെ നാനി മുളനാഴിയിലോർമയളന്നു മനസ്സു നിറയ്ക്കാമോ? മാടപ്രാവുകൾ പാടം കൊയ്യുമീ നാട്ടിൽ നല്ലൊരോണക്കാലമൂഞ്ഞാലാടണം. ഇതാണ് സാറിൻ്റെ പാട്ട്. രാജീവ് സാറിൻ്റെ പാട്ട് ഞാൻ പാടിയത്. മുരുകലാൽ സാർ, ഇറ്റ കൊല്ലം ജില്ല കമ്മിറ്റിയുടെ സ്നേഹാഭിപ്രായങ്ങൾ. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. കാരണം ഇതൊക്കെ എന്നിലെ ഒരു ഗായകനെ അല്ലെങ്കിൽ എന്നിലെ ഒരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം, സന്തോഷമാണ്. ഞാൻ ഒരുപാട് സന്തോഷം, നന്ദിയോടെ ഞാൻ സ്വീകരിക്കുകയാണ് ഈ അഭിനന്ദനങ്ങൾ. സുനിൽ കുമാർ സഹദേവ്, നന്നായിട്ടുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു സുനിൽ സാർ, താങ്ക് യു. അപ്പോ ദേവലോകര ഞാനൊരു ഒരു ഒരു ഗാനം പാടാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു പഴയ ഗാനമാണ്. അത് വിവാഹിത എന്ന സിനിമയിലെ, അതിൽ നമ്മൾ ആ പടത്തിൽ നമ്മൾ കേട്ട പ്രധാനപ്പെട്ട ഒരു പാട്ടെന്ന് പറയുന്നത് സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. ഈ പാട്ട് അതിൽ തന്നെ നല്ലൊരു ഒരു ഗാനമുണ്ട്, ദേവലോകരഥവുമായി തെന്നിലെത്തിൽ എന്നുള്ള പാട്ട്. വയലാറിൻ്റെ ശക്തമായ രചനയാണ്. ദേവരായ മാസ്റ്റർ ഉജ്ജ്വല സംഗീതമാണ്. നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. ദേവലോകരഥം പേര് ഒന്നുകൂടെ. ആദ്യം പോലെ
ദേവലോകരഥവുമായി തെന്നലെ 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 തേടി വന്നതാരനെ തെന്നലെ 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 ദേവലോകരഥവുമായി തെന്നലെ 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 തേടി വന്നതാരനെ തെന്നലെ 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 നാലുമണിക്കൂവിരിഞ്ഞ നീലവനം പൊന്നണിഞ്ഞ നാലുമണിക്കൂവിരിഞ്ഞ നീലവനം പൊന്നണിഞ്ഞ മാറും മലയരികിൽ ഞാനലയും താഴ്വരയിൽ നാടകോടി വരും പ്രേമവതിക്കോ പൂമണവും കുളിരിലേ കൊണ്ടുവന്നു നാടകോടി വരും പ്രേമവതിക്കോ പൂമണവും കുളിരിലേ കൊണ്ടുവന്നു അന്തിവയിൽ പൂപ്പൊഴിഞ്ഞ അല്ലികളിൽ മഞ്ഞു വീണ അന്തിവയിൽ പൂപ്പൊഴിഞ്ഞ അല്ലികളിൽ മഞ്ഞു വീണ ഞാൻ പാടും പുഴയരികിൽ ഞാനിരിക്കും പുൽപ്പടരും പൂമഴയിൽ വീണുറങ്ങും പ്രാണസഖിക്കോ പൂമധുവും പനിനീരും കൊണ്ടുവന്നു പൂമഴയിൽ വീണുറങ്ങും പ്രാണസഖിക്കോ പൂമധുവും പനിനീരും കൊണ്ടുവന്നു ദേവലോകരഥവുമായി തെന്നലെ 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 തേടി വന്നതാരനെ തെന്നലെ 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 ദേവലോകരഥവുമായി തെന്നലെ 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 തേടി വന്നതാരനെ തെന്നലെ തെന്നലെ തെന്നലെ. നമുക്ക് നമ്മുടെ ഇപ്പം കുറേ സമയമായിരിക്കും നമുക്ക് നമ്മുടെ ഈ ലൈവ് വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇപ്പം ഇവിടെ ഞാൻ വന്നറിഞ്ഞ ഒരുപാട് വലിയ മഹത് വ്യക്തികൾ വന്നിട്ടുണ്ട് നമ്മുടെ ലൈവിൽ. എനിക്കതുകൊണ്ട് ഒരുപാട് സന്തോഷം, എനിക്കൊരുപാട് നന്ദിയുണ്ട് അവരോടും. പ്രത്യേകിച്ചും നമ്മുടെ ഇപ്റ്റയുടെ പ്രധാനപ്പെട്ട നമ്മുടെ സംഘാടകരായ നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് മണിലാൽ സാറിനും പൂണാൽ നന്ദകുമാർ സാറിനും, നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റാണ് അദ്ദേഹം. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ സെക്രട്ടറിയായ എം മുരുകലാൽ സാറിനും എൻ്റെ പ്രത്യേക നന്ദി ഞാൻ വീണ്ടും പ്രകാശിപ്പിക്കുകയാണ് ഈ ലൈവിലേക്ക് വിളിച്ചതിന്. അതുപോലെ തന്നെ എൻ്റെ ഗാനങ്ങൾ ഇത്രയും ശ്രദ്ധയോട് കേട്ടിരുന്ന എല്ലാ വ്യക്തിത്വങ്ങളോടും എൻ്റെ നന്ദി ഞാൻ പറയുകയാണ്.
നമുക്ക് ആ, ആ, ഒരു ഗാനം നമുക്ക് ഒരു ഗാനത്തോടു കൂടി നമുക്ക്, കാരണം പാടാനാണെങ്കിൽ നമുക്ക് ഒരുപാട് പാട്ടുകൾ നമുക്ക് പാടിപ്പോം. പഴയ പാട്ടുകൾ, പഴയ പഴയ ഗാനങ്ങൾ, 70 60 ഉള്ള ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമുക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പാട്ടുകൾ നമ്മൾ പാടി നമ്മൾ മണിക്കൂറുകൾ നമുക്ക് കടന്നു പോയാൽ നമുക്ക് സമയം പോകുന്ന നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ, പക്ഷേ നമുക്ക് ഈ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് ഇത്രയും പാട്ടുകളോട് നമുക്ക് തൽക്കാലം നമ്മുടെ ലൈവ് അവസാനിപ്പിക്കാം. ഒരുപാട് ഒരുപാട് നന്ദി. ആം, അതുപോലെ നമ്മുടെ ഈ COVID-19 എന്ന മഹാമാരി എത്രയും പെട്ടെന്ന് നമ്മളിൽ നിന്ന് വിട്ട് അകന്നു പോകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നമുക്കൊക്കെ വളരെ നല്ലൊരു, നമുക്ക് സ്വതന്ത്രമായിട്ട് പുറത്തിറങ്ങി നടക്കാനും നമുക്ക് നമ്മുടെ പ്രവർത്തികളിൽ ഏർപ്പെടാനും ഒക്കെയുള്ളൊരു ഒരു സാഹചര്യം എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അപ്പം നമുക്ക് ഒരു പാട്ട്, ഒരു ഗാനത്തിലൂടെ നമുക്ക് നമ്മുടെ ലൈവ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു നാടകഗാനം തന്നെയാണത്. നമ്മുടെ CO ആൻഡ്രൂ ചേട്ടൻ പാടിയൊരു വളരെ മനോഹരമായ ഗാനമാണ് മധുരിക്കും ഓർമ്മകളെ എന്ന പാട്ട്. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ ഇടനെഞ്ചിൽ താളമോടെ നെടുവീർപ്പിൽ മൂടലോടെ ഇടനെഞ്ചിൽ താളമോടെ നെടുവീർപ്പിൽ മൂടലോടെ മലർമഞ്ചൽ തോളിലേറ്റിപ്പോകില്ലേ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ ഒരു കുമ്പിൽ മണ്ണ് കൊണ്ട് വീട് വയ്ക്കാം, ഒരു തുമ്പപ്പൂവ് കൊണ്ട് വീരുന്നോരുക്കാം, ഒരു നല്ല മാങ്കനിയായി മണ്ണിൽ വീഴ്ത്താം, ഒരു കാറ്റിൽ കനിവിന്ന പാട്ടു പാടാം. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ ഒരു നുള്ളു പൂവിരിത്തു മാല കോർക്കാം, ഒരു പുള്ളിക്കുയിലിനൊത്തു കൂവി നിൽക്കാം, ഒരു വാഴക്കൂമ്പിൽ നിന്നും തേൻ കുടിക്കാം, ഒരു
മാഞ്ചുവട്ടിൽ മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരും കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. സത്യത്തിൽ ഞാനിപ്പോൾ ലൈവ് അവസാനിപ്പിക്കാൻ നിൽക്കുമ്പോഴാണ് വേറെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മുടെ സജീവ് മേനോൻ, സജീവേട്ടന്, നമ്മുടെ സാരംഗ കൾച്ചറൽ ഫോറത്തിൻ്റെ ചെയർമാനാണ്. അപ്പോൾ അദ്ദേഹം വളരെ ലേറ്റായിട്ടാണ് സജീവേട്ടൻ വന്നിരിക്കുന്നത്. നല്ലൊരു പാട്ടുകാരനാണ്. മധുരിക്ക് ഓർമ്മകളെ ഞാൻ പാടി അദ്ദേഹം കേട്ടു, അതിന് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പം കളിപ്പാട്ടമായി എന്നുള്ള പാട്ടാണ് പറഞ്ഞത്. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മണിവീണമീട്ടുന്നു ഞാൻ. നെഞ്ചിലെ മൂകമാം ജലശയ്യയിൽ നിൻ സ്വരക്കൂടു കൂട്ടുന്നു ഞാൻ ദേവി. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ ഈ ജന്മമേകുന്നു ഞാൻ. നല്ലൊരു പാട്ട് ആവശ്യപ്പെട്ട രവീന്ദ്രൻ മാസ്റ്റർ. അതുപോലെ തന്നെ ബാസിൻ, ഹായ് ബ്രോ. ബാസിൻ സാബ്, വളരെ സന്തോഷം. അദ്ദേഹം വളരെ ഒരു നോട്ടബിൾ പേഴ്സൺ ആണ് ബാസിൻ. കാരണം നമ്മുടെ ഗസൽ സംഗീതത്തിൻ്റെ ഒരു സാധ്യതകൾ ഏറ്റവും കൂടുതൽ തിരുവിതാംകൂറിൽ, നമ്മുടെ കൊല്ലം പോലുള്ള സ്ഥലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു മഹാനായ വ്യക്തിയാണ് നമ്മുടെ ബാസ്റ്റിൻ. എൻ്റെ പ്രിയ സുഹൃത്താണ്, KSB ഉദ്യോഗസ്ഥനാണ്. നോർത്ത് ഇന്ത്യൻ സംഗീതം, ഉത്തരേന്ത്യൻ സംഗീതം, അല്ല നമ്മുടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ വളരെയധികം പ്രാഗൽഭ്യം സിദ്ധിച്ച ഒരു പാട്ടുകാരനാണ്. കൊല്ലത്ത് തന്നെ പലപ്പോഴും പല ഉത്തരേന്ത്യൻ സംഗീതജ്ഞരെ, അതായത് മാസ്റ്റേഴ്സിനെ കൊണ്ടുവരികയും അവരുടെ പാട്ടുകൾ കേൾപ്പിക്കുകയും അതുപോലെ തന്നെ ഇവിടെ ക്ലാസ്സുകൾ വരെ അദ്ദേഹം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ബാസിൻ നിസ്സാര കാര്യമല്ല നമ്മുടെ പ്രിയ സുഹൃത്ത് ബാസിൻ സാബ് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ ബാസിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. കാരണം നോർത്ത് ഇന്ത്യൻ സംഗീതത്തിൻ്റെ, ഉത്തരേന്ത്യൻ സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ സാധ്യതകൾ വളരെ, കാരണം അതിനെപ്പറ്റി അറിവ് നമ്മുടെ തിരുവിതാംകൂറൊക്കെ വളരെ കുറവാണ്. കേരളത്തിലെ കോഴിക്കോട് ചെന്നിട്ടുണ്ടെങ്കിൽ ഹിന്ദുസ്ഥാനി ടച്ചാണ് അവിടെയെല്ലാം. മിക്കവാറും പാട്ടുകളായാലും അവിടെ ഒരുപാട് അറിവുള്ള ആൾക്കാരുണ്ട്. പക്ഷേ നമ്മുടെ കൊല്ലം പോലുള്ള സ്ഥലത്ത് വളരെ കുറവാണ് അതിനെപ്പറ്റിയുള്ള അറിവ് ഉള്ള ആളുകൾ. അപ്പം അത്ര സാഹചര്യത്തിൽ ബാസ്റ്റിനെ പോലുള്ള ആൾക്കാരുടെ പ്രസക്തി വളരെ വലുതാണെന്ന് എന്നുള്ളതാണ്. അദ്ദേഹം കണ്ടക്ട് ചെയ്ത കുറേ പരിപാടികൾ എനിക്ക് പാടാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ MS ബാബുരാജ് എൻ്റെ പേരിലുള്ള ഒരു പരിപാടി കൊല്ലത്ത് സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അവിടെ എന്നെ ക്ഷണിച്ചിരുന്നു പാടാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് സോങ് തന്നെ എന്നെ കൊണ്ടാണ് അദ്ദേഹം പാടിപ്പിച്ചത്, കണ്ണീരും സ്വപ്നങ്ങളും. ഞാൻ കണ്ണീരും സ്വപ്നങ്ങളും പാടി പോയതാണെന്ന്. ഒന്നുകൂടെ നമുക്ക് കേൾക്കാമല്ലേ ആ പാട്ട്, കണ്ണീരും സ്വപ്നങ്ങളും? തീർച്ചയായിട്ടും ഞാൻ ആ പാട്ടൊന്ന് പാടാം. ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പാടാം. കണ്ണീരും സ്വപ്നങ്ങളും വിൽക്കുവാനായി വന്നവൻ ഞാൻ. ഇന്നു നിന്റെ മന്ദിരത്തിൽ സുന്ദരമാം ഗോപുരത്തിൽ കണ്ണീരും സ്വപ്നങ്ങളും. കൺമഷിയും കുങ്കുമവും കരിവളയും വാങ്ങിടുവാൻ കൺമഷിയും കുങ്കുമവും കരിവളയും
കൺമണി നീ ഓടി വന്നു, കൺമണി നീ ഓടി വന്നു, പൊൻപണമായി മുന്നിൽ വന്നു. കണ്ണീരും സ്വപ്നങ്ങളും വിൽക്കുവാനായി വന്നവൻ ഞാൻ, കണ്ണീരും സ്വപ്നങ്ങളും. ജീവിതമെന്നാൽ നിനക്കൊരു മാതളപ്പൂമലർവനന്ദ, ജീവിതമെന്നാൽ നിനക്കൊരു മാതളപ്പൂമലർവനന്ദ. ജീവിതമേ പാവങ്ങൾക്കു പാദം കൊള്ളും പാഴ്മരുതായി, കണ്ണീരും സ്വപ്നങ്ങളും വിൽക്കുവാനായി വന്നവൻ ഞാൻ, കണ്ണീരും സ്വപ്നങ്ങളും. താരകങ്ങൾ നിന്റെ കണ്ണിൽ പ്രേമ പൂജാമാലികകൾ, താരകങ്ങൾ നിന്റെ കണ്ണിൽ പ്രേമ പൂജാമാലികകൾ, താഴെ നിൽക്കും നിന്റെ കണ്ണിൽ പാരിൽ ബാഷ്പഭാരമല്ലോ, കണ്ണീരും സ്വപ്നങ്ങളും വിൽക്കുവാനായി വന്നവൻ ഞാൻ, കണ്ണീരും സ്വപ്നങ്ങളും. ഓ ഓ ബിനു, നമസ്കാരം ബിനു. ബിനു സരിക ഈസ് വാച്ചിങ്. താങ്ക് യു സോ മച്ച് ബിനു. ബിനു ഒരു നല്ല പാട്ടുകാരനാണ്. അദ്ദേഹം ഒരു പ്രോഗ്രാം ചെയ്യുന്ന, കേരളാവിഷനിൽ പ്രോഗ്രാം ചെയ്യുന്ന ഒരു അവതാരകനാണ്. അപ്പം ഒരുപാട് ഗാനങ്ങൾ, നാടകങ്ങൾക്ക് പ്രൊഫഷണൽ അടക്കമുള്ള ഒരുപാട് ആൽബങ്ങളിൽ പാടിയ ഒരു വലിയ ഗായകനാണ് ബിനു. എൻ്റെ പ്രിയ സുഹൃത്താണ് ബിനു. താങ്ക് യു സോ മച്ച് ബിനു. ഞാൻ ലൈവ് അവസാനിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ. ഹായ് ലിസി, താങ്ക് യു. പ്രശാന്ത് നമസ്കാരം. ഒരുപാട് സന്തോഷം. ഞാൻ ലൈവ് തീർക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ 1.5 മണിക്കൂറിൽ കൂടുതലായി. താങ്ക് യു. ഇപ്പോഴും ജോയിൻ ചെയ്യിപ്പിച്ചതാണ്. ഓക്കെ സജീവ് ഏട്ടാ, ഓക്കെ, കുഴപ്പമില്ല, വന്നല്ലോ, സന്തോഷം. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഒരു ഗാനത്തിൽ കൂടി, ഞാൻ ആ ഗാനമാണ് നേരത്തെ പാടിക്കൊണ്ടിരുന്നത്, അന്നേരമാണ് കുറച്ച് കൂടുതൽ ആൾക്കാർ വന്നത്. വളരെ സന്തോഷം. നമുക്ക് എന്തായാലും നമുക്ക് ഇത്രയും സമയമായ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ലൈവ് അവസാനിപ്പിക്കാം. ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. എന്നെ വിളിച്ച പ്രിയപ്പെട്ട എല്ലാ വ്യക്തിത്വങ്ങൾക്കും, മുരുകലാൽ സാറിനും നന്ദകുമാർ സാറിനും ഒക്കെ എൻ്റെ വിലയേറിയ നന്ദി ഞാൻ അറിയിച്ചിട്ടുള്ളൂ. തൽക്കാലം നമുക്ക് നമ്മുടെ ലൈവ് അവസാനിപ്പിക്കാം. ഒരു 2 വരി പാടാൻ. സുറുമയെഴുതിയ മിഴികളെ
തുളുമ്പും സൂര്യകാന്തി പൂക്കളേ സുറുമയെഴുതിയ മിഴികളേ പ്രണയമധുരത്തെ തുളുമ്പും സൂര്യകാന്തി പൂക്കളേ സുറുമയെഴുതിയ മിഴികളേ ജാനകത്തിരശീലനീക്കി ജാലനെറിയുവതെന്തിനോ ജാനകത്തിരശീലനീക്കി ജാലനെറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകളിൽ കരളിലെറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകളിൽ കരളിലെറിയുവതെന്തിനോ സുറുമയെഴുതിയ മിഴികളേ പ്രണയമധുരത്തെ തുളുമ്പും സൂര്യകാന്തി പൂക്കളേ സുറുമയെഴുതിയ മിഴികളേ. എനിവേ താങ്ക് യു സോ മച്ച്. ഞാൻ ലൈവ് നമ്മുടെ ഈ പ്രോഗ്രാം ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരോടും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. വീണ്ടും നമുക്ക് പുതിയ ലൈവിലേക്കും കുറേ പുതിയ പാട്ടുകളിലേക്കും മറ്റ് വിശേഷങ്ങളൊക്കെ നമുക്ക് വരാം. തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.